നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക കെമിക്കൽ നമ്മുടെ ഹൃദയത്തിലെ രക്തധമനികളിൽ കാൽഷ്യം ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ കാരണമായേക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഹൃദയത്തെ മാത്രമല്ല കിഡ്നിയെയും തകർക്കുന്ന ഈ ഒരു കെമിക്കൽ പക്ഷേ പല പാക്കറ്റ് ഭക്ഷണങ്ങളിലും നമ്മൾ പോലും അറിയാതെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഈ കെമിക്കൽ ഏതൊക്കെ പാക്കറ്റ് ഫുഡിലാണ് ഉണ്ടാവുക എന്നുള്ളതും ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും നമുക്ക് നോക്കാം. ഈ അടുത്ത് എന്നെ കാണിക്കാൻ വന്ന ഒരു 42 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഗൾഫിൽ സ്ഥിരമായിട്ട് പാക്കറ്റ് സൂപ്പുകളും കോളകളും ഇൻസ്റ്റന്റ് ഫുഡുകളൊക്കെ കഴിച്ചിട്ട് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ രക്തധമനി വളരെ കൂടിയ അളവിൽ കാൽഷ്യം കൂടിയതായിട്ട് കണ്ടെത്തി. ഇതുപോലുള്ള ഭക്ഷണങ്ങളിലെ ഇനോർഗാനിക് ഫോസ്ഫറസ് ആണ് ഈ വ്യക്തിയുടെ ചെറുപ്രായത്തിൽ തന്നെ രക്തധമനികളെ കരിങ്കല്ല് പോലെയാക്കി മാറ്റിയത്. പ്രകൃതിദത്ത ഭക്ഷണങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഫോസ്ഫറസിനെ ശരീരം പകുതി മാത്രമേ വലിച്ചെടുക്കുള്ളൂ. എന്നാൽ പാക്കറ്റ് ഭക്ഷണങ്ങളിൽ കേടാകാതിരിക്കാൻ ചേർക്കുന്ന ഒരു കെമിക്കൽ ഉണ്ട്, ഫോസ്ഫേറ്റ് അഡിറ്റീവ് അഥവാ ഇനോർഗാനിക് ഫോസ്ഫറസ് എന്നാണ് ഇതിന് പറയാം. ഇതിനെ ശരീരം 100% രക്തത്തിലേക്ക് നേരിട്ട് വലിച്ചെടുക്കും. ഇത് രക്തത്തിൽ കൂടുമ്പോൾ അത് എല്ലുകളിൽ നിന്ന് കാൽഷ്യത്തിനെ പുറന്തള്ളിയിട്ട് ആ കാൽഷ്യം ഹൃദയത്തിലെ രക്തധമനികളിൽ വന്നിട്ട് കൂടി കാൽഷ്യം ബ്ലോക്കുകൾ ഉണ്ടാവുകയാണ്. പഠനങ്ങൾ കാണിക്കുന്നത് ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ എത്തുന്ന ഫോസ്ഫറസിന്റെ അളവ് പ്രതിദിനം 1400 മില്ലിഗ്രാമിൽ കൂടാൻ പാടില്ല. 1400 മില്ലിഗ്രാമിൽ കൂടിയാൽ ഹൃദയ രക്തധമനികളിൽ കാൽഷ്യം ബ്ലോക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും കിഡ്നി തകരാറിൽപ്പെടാനുള്ള സാധ്യതയും 40% കൂടും എന്നുള്ളതാണ്. ഈ ഫോസ്ഫറസ് വില്ലനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഹൃദ്രോഗവും കിഡ്നിയുടെ അസുഖവും ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കെമിക്കൽ പാക്കറ്റ് ഫുഡിലുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും എളുപ്പവഴി പാക്കറ്റിന് പുറത്ത് ഇത് 6 മാസത്തിൽ കൂടുതൽ കേടാകാതെ ഇരിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എഴുതിയിട്ടുള്ള പാക്കറ്റ് ഭക്ഷണങ്ങളും പാനീയങ്ങളും പൂർണ്ണമായിട്ട് നിർത്തുക. ഫുഡ് പാക്കറ്റുകളുടെ പിന്നിലെ ചേരുവകളിൽ PHOS എന്ന അക്ഷരങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. ഉദാഹരണത്തിന് ഫോസ്ഫോറിക് ആസിഡ്, അതിൽ PHOS ഉണ്ട്. അതല്ലെങ്കിൽ സോഡിയം ഫോസ്ഫേറ്റ്, അതിലും PHOS ഉണ്ട്. ഇങ്ങനെയുള്ള പാക്കറ്റൊക്കെ ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം, കറുത്ത നിറത്തിലുള്ള കൊക്കക്കോള, പെപ്സി തുടങ്ങിയ എല്ലാത്തരം കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകളും മുഴുവനായിട്ട് ഒഴിവാക്കുക. മൂന്നാമത്തത്, ഇൻസ്റ്റന്റ് നൂഡിൽസ്, പാക്കറ്റ് സൂപ്പുകൾ, പ്രോസസ്സ് ചെയ്ത ചീസ് തുടങ്ങിയവ കുട്ടികൾക്ക് വാങ്ങി നൽകുന്നത് ഒഴിവാക്കുക. നാലാമത്തത്, ചിക്കൻ നഗറ്റ്സ്, സോസേജ് തുടങ്ങിയ പ്രോസസ്സ് ചെയ്ത ഇറച്ചിയുള്ള ഫുഡുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇതിലൊക്കെ ഫോസ്ഫേറ്റ് വളരെയധികം കൂടുതലുണ്ടാവും. ഫോസ്ഫറസ് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് വിട്ടുമാറാത്ത ക്ഷീണവും വിട്ടുമാറാത്ത അസ്ഥിവേദനയും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.